പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പേട്ടയിൽ നിന്ന് കാണാതായ കുഞ്ഞിനെ കണ്ടെത്തി എന്ന് പോലീസ് അറിയിക്കുന്നു. പോലീസിന്റെ വിശദീകരണത്തിലേക്ക്. ബ്രഹ്മോസിന്റെ പുറകിലായിട്ടാണ് കൊച്ചിനെ കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യനില ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പോൾ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇപ്പോൾ നമ്മൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുഭകരമായ വാർത്ത കുട്ടിയെ ജീവനോടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് നമുക്ക് ഒരു 15 മിനിറ്റ് ആയിട്ട് 15 മിനിറ്റ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ. ആരോഗ്യനില സംബന്ധിച്ചാണ് അത് നമുക്ക് ഡോക്ടറുടെ പരിശോധനയിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ അതെല്ലാം നമുക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതലായിട്ട് പറയാം. കുട്ടി ഓക്കെ ആണ് എന്നുള്ളതാണ്, കാഴ്ചയിൽ കുട്ടി ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി കൂടുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതെ ബ്രഹ്മോസിന്റെ പുറകുവശത്തായിട്ട് നമുക്കത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കും. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാനുള്ള ആശ്വാസകരമായ വാർത്ത കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്. കൂടുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ വളരെ പ്രയോറിറ്റി ആയിട്ട് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്, ഡോക്ടറോട് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കതൊക്കെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നതുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കുട്ടിയെ കിട്ടിയെന്നുള്ള ഒരു വാർത്തയിൽ നമുക്ക് ബാക്കിയുള്ള മെഡിക്കൽ പരിശോധനയിലേക്ക് പോകാം. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. എല്ലാം നമ്മൾക്ക് ഈ ഒരു കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. നമ്മളെല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലായിടങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കാം. ഈ റോഡ് മാർഗം പോയിട്ടില്ല എന്നുള്ളൊരു അനുമാനം രാവിലെ ഉണ്ടായിരുന്നല്ലോ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുത്താൻ വേണ്ടി കഴിയും. ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ? ഇല്ല, ഇപ്പോൾ ആരും പോലീസിന്റെ കസ്റ്റഡിയിൽ ആരും ഇല്ല. കുട്ടിയുടെ രക്ഷിതാക്കൾ നമ്മൾ നേരത്തെ തന്നെ അവർക്കുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് അവരെ കുട്ടിയെ കിട്ടിയ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ വളരെയധികം സമാധാനത്തോടു കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയാം. താങ്ക് യു. 19 മണിക്കൂറിന് ശേഷം ആ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. DCP നിതിൻ രാജിന്റെ പ്രതികരണമാണ്. കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. ആരോഗ്യനിലയിൽ ഇപ്പോൾ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അടിയന്തരമായി തന്നെ എങ്ങനെ കുഞ്ഞവിടെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട്, ആരാണ് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പിന്നീട് അറിയിക്കാമെന്ന് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നു. ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളം ഒന്നടങ്കം ചോദിക്കുകയായിരുന്നു ആ കുരുന്ന് എവിടെ എന്നുള്ളത്. ഇന്നലെ രാത്രി 10 മണിക്കും ഇന്ന് പുലർച്ചെ 1:20 ഇടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം അല്പസമയം മുൻപ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തി ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയെന്നാണ് DCP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ വിവരം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കുഞ്ഞിനെ ആരാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് അറിയേണ്ടത്. കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതാണോ, പോലീസ് കണ്ടെത്തുകയായിരുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏതായാലും ആശ്വാസകരമായ വാർത്ത, കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ കുഞ്ഞിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഇപ്പോൾ പോകാം. കുരുന്നിനെ പോലീസ് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നു. തത്സമയ ദൃശ്യങ്ങൾ. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് പോലീസ് ഇപ്പോൾ മാറ്റുകയാണ്. പോലീസ് വാഹനത്തിൽ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് കുഞ്ഞിനെ കിട്ടി. ഇതുവരെ ആരും കസ്റ്റഡിയിലില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി കുഞ്ഞുമായി പോലീസ് ആശുപത്രിയിലേക്ക് തിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 19 മണിക്കൂർ പിന്നിടുമ്പോഴാണ് കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത്. ബ്രഹ്മോസിന് AV ജയശങ്കറുടെ വിവരങ്ങളുമായി. ജയശങ്കർ, ഇത് ഇപ്പോൾ എവിടെയാണ് കുഞ്ഞുള്ളത്? പോലീസ് ഇപ്പോൾ കുഞ്ഞുമായി എവിടേക്കാണ് പോകുന്നത്? ജയശങ്കർ, കുഞ്ഞുമായി പോലീസ് അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് തിരിച്ചത്. റെയിൽവേ ട്രാക്കിൽ നിന്നാണ് കുഞ്ഞിനെ ലഭിക്കുന്നത്. എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്തായാലും കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ്. പോലീസിന്റെ നിലവിലെ നിഗമനം അനുസരിച്ച് ഇത്തരം വാർത്തകൾ വന്നതിന് പിന്നാലെ ആരെങ്കിലും കുഞ്ഞിനെ റെയിൽവേ പാതയിൽ ഉപേക്ഷിച്ചതാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കുഞ്ഞുമായി പോലീസ് സംഘം ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് റെയിൽവേ ട്രാക്കിൽ കുഞ്ഞിനെ പോലീസ് എടുക്കുന്നത്. എന്തായാലും കുഞ്ഞുമായി നിലവിൽ പോലീസ് സംഘം ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഉന്മേഷ്.
ജയശങ്കർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമായി ഇപ്പോൾ പോലീസ് സംഘം ആശുപത്രിയിലേക്ക് തിരിക്കുന്നു. ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് തിരിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ വിവരം അറിയിച്ചിരിക്കുന്നു. റെയിൽവേ ട്രാക്കിൽ നിന്ന് കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ് വിവരം. ഇനി അറിയേണ്ടത് ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ കുഞ്ഞിനെ ആരെങ്കിലും റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി പോലീസ് ഇപ്പോൾ പരിഗണന നൽകുന്നത് കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. ആ നിലയ്ക്ക് പോലീസിന് ഇടപെടൽ ഉണ്ടാകുന്നു. കുഞ്ഞിനെ കിട്ടിയ ഉടൻ തന്നെ, റെയിൽവേ ട്രാക്കിൽ നിന്ന് കുഞ്ഞിനെ കിട്ടിയ ഉടൻ തന്നെ പോലീസ് സംഘം ഇപ്പോൾ കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഇപ്പോൾ തന്നെ വിവരം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ് മുൻപ് മാത്രമാണ് പോലീസിനെ ഇപ്പോൾ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 19 മണിക്കൂറായി ഈ കുരുതനെ കാണാതായിട്ട്. ഇത് തട്ടിക്കൊണ്ടുപോകൽ എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസിന്റെ തെരച്ചിൽ തുടങ്ങി, അന്വേഷണം തുടങ്ങിയെന്നാണ് DCP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓടയിൽ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വയസ്സുള്ള കുരുന്നാണ്. ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ കുരുന്നാണ്. ഇന്നലെ രാത്രി 10 മണിക്കും പുലർച്ചെ 1:20 ഇടയിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. വ്യാപക തെരച്ചിൽ നടക്കുകയായിരുന്നു. അതിനിടയിൽ ബ്രഹ്മോസിന് സമീപത്ത് നിന്ന്, ഓടയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 2 വയസ്സുകാരി മേരിയെ കണ്ടെത്തിയിരിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം മറ്റ് വിവരങ്ങൾ അറിയിക്കാമെന്നാണ് അല്പസമയം മുൻപ് DCP നിതിൻ രാജ് പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകർ തുടർച്ചയായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ കുഞ്ഞവിടെ എത്തി, എന്തൊക്കെയും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് നൽകാം. ഇപ്പോൾ പ്രഥമ പരിഗണന കുഞ്ഞിന്റെ ആരോഗ്യനില അതെങ്ങനെയുണ്ട് എന്നത് പരിശോധിക്കുന്നതിനാണ് എന്ന് DCP പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അല്പസമയത്തിനകം വിവരങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുകൂടി പോലീസ് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ കുഞ്ഞിനെ ഒരു ബൈക്കിൽ കൊണ്ടുപോകുന്നതായൊക്കെയുള്ള മൊഴി പോലീസിന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന്റെ തെരച്ചിലുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ഉണ്ടായിരുന്നു.